അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു റൗണ്ട് ഇങ്ങനെ വലുതായി വരുന്നതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് അത്രയും മെഷർമെൻറ്റിൽ നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ ചെയിനിലും ഇങ്ങനെ ചെയ്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് 1 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക. ആദ്യം ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ തൊട്ടടുത്ത സ്പേസ് ഉണ്ടല്ലോ ആ ഒരു സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ 1 2 ചെയിൻ ചെയ്യുക. ഈ ഒരു തൊട്ടടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലാണ് നമ്മൾ ഒരു ഇത് ചെയിൻ സ്കിപ്പ് ചെയ്യുക. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 സെയിം തന്നെ ഒന്നും കൂടി ചെയ്യുക. അപ്പോൾ 2 ഡബിൾ ക്രോഷ്യ ആയി. സെയിം തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഈ ഒരു സ്പേസിൽ ചെയ്തു. ഇനി 1 2 3 ചെയിൻ ചെയ്യുക. 3 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു, 2 ചെയിൻ ചെയ്തു. ഈ ചെയിൻ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിലാണ് 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. പിന്നെ 3 ചെയിൻ ചെയ്യുക. ഇനി 3 ചെയിൻ ചെയ്തിട്ട് സെയിം സ്പേസിൽ തന്നെ ഒരു 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു 3 എണ്ണം കൂടി ചെയ്യുക. 1 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ഈ ഒരു സ്പേസിൽ ചെയ്തു. ഇനി നമ്മൾ 1 2 ചെയിൻ ചെയ്യുക. ഇനി തൊട്ടടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്യുക. ആ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ചെയിൻ 2 ചെയ്യുക, ചെയിൻ 3 ചെയ്യുക. ആ ഒരു താഴെ ചെയ്ത ആ ഒരു പിന്നെ ഡബിൾ ക്രോഷ്യ ക്ലോസ്റ്റർ ഉണ്ടല്ലോ അതിൻ്റെ തൊട്ട സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 3 ചെയ്യുക. അടുത്ത സ്പേസിൽ സ്കിപ്പ് ചെയ്തിട്ട് ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്പേസിൽ നമ്മൾ 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 ഡബിൾ ക്രോഷ്യ, അങ്ങനെ ടോട്ടൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യുന്നത്. 6 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച്. പിന്നെ ചെയിൻ 2 ചെയ്യുക. അടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് തൊട്ടടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. താഴെ ചെയ്ത ആ ഒരു ഡബിൾ ക്രോഷ്യ ക്ലോസ്റ്ററിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും ചെയിൻ 3 ചെയ്യുക. ചെയിൻ 3 ചെയ്യുക. തൊട്ടടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 2 ചെയ്യുക. അടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ നമുക്ക് 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. 2 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി ചെയിൻ 3 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ട്. 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. പിന്നെ ചെയിൻ 3 ചെയ്യുക. വീണ്ടും 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ചെയിൻ 2 ചെയ്യുക. തൊട്ടടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ ഇതാണ് ഈ ഒരു റൗണ്ടിലെ പാറ്റേൺ. ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2,
സ്കിപ്പ് ചെയ്തിട്ട് 3 ഡബിൾ ക്രോഷ്യ, ചെയിൻ 3 3 ഡബിൾ ക്രോഷ്യ, ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് വീണ്ടും ചെയിൻ 2 ചെയ്ത് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും ചെയിൻ 3 ചെയ്യുക. അടുത്ത സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ, ചെയിൻ 2 സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ഒരു സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 3 ചെയ്യുക. 1 2 3 സെയിം സ്പേസിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ കൂടി ചെയ്ത് കൊടുക്കുക. 1 2 3 സെയിം സ്പേസിൽ 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി ചെയിൻ 2 ചെയ്യുക. അടുത്ത ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ അടുത്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 3 ചെയ്യുക. അടുത്ത സ്പേസിൽ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. ഈ സ്പേസിലാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്, ചെയിനിലല്ല. ഓരോ സ്പേസാണ് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു. ഇതിങ്ങനെ നമ്മൾ ചുറ്റിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ചുറ്റിലും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. നല്ല നീറ്റായിട്ടുള്ള ഒരു നമ്മളെ സർക്കിൾ ഡോളി ഇങ്ങനെ വലുതായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഈ ഒരു റൗണ്ട് ലാസ്റ്റിൽ ഞാൻ 3 ഡബിൾ ക്രോഷ്യ ചെയ്തു, ചെയിൻ 2 ചെയ്തു, 3 ഡബിൾ ക്രോഷ്യ സെയിം സ്പേസിൽ ചെയ്തു, ചെയിൻ 2 ചെയ്ത് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ബാക്കോട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്യുക. DC-യുടെ നേരെ മുകളിൽ ഒരു DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ 3 DC 2 ചെയിൻ 3 DC ആണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 DC-ൻ്റെ മുകളിലൊക്കെ നമുക്ക് ഓരോ DC ചെയ്യണം. ചെയിൻ 1 ചെയ്യുക. തേർഡ് ചെയിൻ DC-ൻ്റെ മുകളിലും ഒരു DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക, ഒരു DC ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 3 DC-ൻ്റെ മുകളിൽ ഒരു DC ചെയ്തു, ചെയിൻ 1 ചെയ്ത്. ഇനി സ്പേസിലാണ്. ഈ സ്പേസിൽ നമ്മൾ 3 DC ചെയ്യുന്നുണ്ട്. സ്പേസിൽ ഒരു DC ചെയ്തു, ചെയിൻ 1 ചെയ്തു. വീണ്ടും സ്പേസിൽ ഒരു DCയും കൂടി ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. വീണ്ടും സ്പേസിൽ ഒരു DCയും കൂടി ചെയ്യുക. അങ്ങനെ ഈ സ്പേസിൽ നമ്മൾ 3 DC ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പേസിൽ 3 DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഈ പിന്നെ നമ്മൾ 3 DC ഉണ്ടാവും. ആ ഒരു 3 DCൻ്റെ മുകളിൽ ഓരോ DCൻ്റെ മുകളിൽ ഓരോ DC ചെയ്യുക. അതിന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. ആദ്യം ഫസ്റ്റ് DCൻ്റെ മുകളിൽ ഒരു DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. സെക്കൻഡ് DCൻ്റെ മുകളിലും ഒരു DC ചെയ്യുക, ചെയിൻ 1 ചെയ്ത് കൊടുക്കുക. തേർഡ് DCൻ്റെ മുകളിലും ഒരു DC ചെയ്യുക ആണോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇതാണ് കിട്ടുക. അപ്പോൾ നമ്മൾ 9 DC ആണ് ഈ റൗണ്ടിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ചെയിൻ 1 ചെയ്യുക. ഈ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ അവിടെ ഈ ഒരു സ്പേസിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സിംഗിൾ ക്രോഷ്യൻ്റെ അവിടെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. ഇനി നമുക്ക് DCൻ്റെ മുകളിൽ ഒരു DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. DCൻ്റെ മുകളിൽ ഒരു DC ചെയ്യുക. തേർഡ് DCൻ്റെ മുകളിലും ചെയിൻ 1 ചെയ്തിട്ട് ഒരു DC ചെയ്യുക. അപ്പോൾ നമുക്ക് 3 DC കിട്ടിയിട്ടുണ്ട്. വീണ്ടും ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ സ്പേസിൽ 3 DC ചെയ്ത് കൊടുക്കുക. 1 DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. സ്പേസിൽ സെക്കൻഡ് DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. സ്പേസിൽ തേർഡ് DC ചെയ്യുക, ചെയിൻ 1 ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്പേസിൽ 3 DC ചെയിൻ 1 ചെയ്തു. ചെയിൻ 1 ചെയ്തിട്ട് അടുത്ത DCൻ്റെ മുകളിൽ ഒരു DC ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. സെക്കൻഡ് DCൻ്റെ മുകളിൽ ഒരു DC ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക.
തേർഡ് DC മുകളിലും ഒരു DC ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ് എല്ലാവർക്കും കൺഫ്യൂഷന് വരിക. ആ ഒരു ഭാഗം നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് ഈ ഒരു സ്പേസ് ഇവിടെ സ്കിപ്പ് ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അവിടെ നോക്കുമ്പോൾ 2 സ്പേസ് കാണും. ആ ഒരു സെക്കൻഡ് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇനി പിന്നെ കൺഫ്യൂഷൻ ഇല്ല. ഒരു നേരത്തെ ചെയ്ത താഴെ റൗണ്ടിൽ ചെയ്ത DCൻ്റെ നേരെ മുകളിൽ ഒരു DC ചെയ്യുക. വീണ്ടും ചെയിൻ 1 ചെയ്യുക. താഴെ റൗണ്ടിൽ നമ്മൾ 6 DC ആണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സെൻറ്ററിൽ 3 DC കൂടി ആഡ് ചെയ്തിട്ട് 9 DC ആക്കുന്നുണ്ട്. ഇങ്ങനെ അതിൻ്റെ ഒക്കെ ഇടയിൽ നമ്മൾ ഓരോ ചെയിൻ 1 ചെയ്യുന്നുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ ഈ ഒരു പാറ്റേണിൻ്റെ ഡിഫറെൻ്റ് എന്ന് പറയുന്നത്. ചെയിൻ 1 ചെയ്യുക. സെക്കൻഡ് DCൻ്റെ മുകളിൽ ഒരു DC ചെയ്തു. ചെയിൻ 1 ചെയ്തു. തേർഡ് DCൻ്റെ മുകളിൽ ഒരു DC ചെയ്യുക. അപ്പോൾ 3 DC ആയി. ചെയിൻ 1 ചെയ്യുക. ഈ സ്പേസിൽ ഇനി നമുക്ക് 3 DC ചെയ്ത് കൊടുക്കുക. 1 ചെയിൻ 1 സെക്കൻഡ് DC ചെയ്യുക. സ്പേസിൽ ചെയിൻ 1 തേർഡ് DC ചെയ്യുക. അങ്ങനെ സ്പേസിൽ നമ്മൾ 3 DC ചെയ്തു. ഉണ്ടോ? ഈ സ്പേസിൽ നമ്മൾ 3 DC ചെയ്തു. ചെയിൻ 1 ചെയ്യുക. ഇനി ഫസ്റ്റ് അടുത്ത DCൻ്റെ നേരെ മുകളിൽ ഒരു DC ചെയ്യുക. താഴെ ചെയ്ത DC സെക്കൻഡ് DCൻ്റെ മുകളിലും ഒരു DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. തേർഡ് DCൻ്റെ മുകളിലും ഒരു DC ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 9 DC ചെയ്തെടുത്തിട്ടുണ്ട്. ചെയിൻ 1 ചെയ്യുക. തൊട്ടടുത്ത സ്പേസ് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്പേസിൽ നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. ഇതാണ് ഈ ഒരു റൗണ്ടിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ചുറ്റിലും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചുറ്റിലും ഈ ഒരു റൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ഈ ഒരു റൗണ്ട് ഇനി നിങ്ങൾക്ക് വലിപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മെഷർമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ ഈ സെൻറ്ററിൽ നമ്മളിപ്പോൾ 3 DC ചെയിൻ 1 DC ചെയിൻ 1 DC എന്നുള്ള പാറ്റേൺ 3 പ്രാവശ്യം ചെയ്തു. ഇനി ചെയിൻ 1 ചെയ്ത് അടുത്ത DCൻ്റെ മുകളിൽ ഒരു DC ചെയ്യുക. ചെയിൻ 1 ചെയ്യുക. അടുത്ത DCൻ്റെ മുകളിൽ ഒരു DC ചെയ്യുക. അപ്പോൾ നമുക്ക് ഓരോ സെറ്റിലും അങ്ങനെ ഓരോ സെറ്റുകളാണ് നമുക്ക് കിട്ടുക. ഓരോ സെറ്റിലും നമുക്ക് 9 ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ഉണ്ടാവുക. 6 ഡബിൾ ക്രോഷേ സ്റ്റിച്ചും പിന്നെ സെൻറ്ററിൽ നമ്മൾ 3 ഡബിൾ ക്രോഷേ സ്റ്റിച്ചും അങ്ങനെ ചെയ്തിട്ട് നമുക്ക് 9 സ്റ്റിച്ചസ് ആണ് കിട്ടുക. ചെയിൻ 1 ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് സിംഗിൾ ക്രോഷേ ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 1 2 3 ചെയിൻ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ആ ചെയിനിൽ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ പീക്കോക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. വീണ്ടും ഈ ഒരു നെക്സ്റ്റ് ഇതിലേക്ക് നമുക്കൊരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. ഒരു സിംഗിൾ ക്രോഷേ 1 2 3 ചെയിൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത പീക്കോക്ക് സ്റ്റിച്ച് കിട്ടി. ഇനി അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും 1 2 3 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. വീണ്ടും അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ 3 ചെയിൻ ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീപ്പ് സ്റ്റിച്ച്. ഇതാണ് നമുക്ക് ഈ റൗണ്ടിലെ പാറ്റേൺ എന്ന് പറയുന്നത്. വീണ്ടും അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇനി അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. 1 2 3 ചെയിൻ ചെയ്യുക.
ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു സിംഗിൾ ക്രോഷേ, 1 2 3 ചെയിൻ, ഫസ്റ്റ് ചെയ്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച്. അങ്ങനെ നമുക്ക് ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 2 3 4 5 6 7 8 9 9 സ്റ്റിച്ചാണ് നമ്മളിവിടെ ഡബിൾ ക്രോഷേ ചെയ്തത്. ഈ 9 ഡബിൾ ക്രോഷേൻ്റെ മുകളിലും നമ്മൾ ഓരോ 3 ചെയിൻ ചെയ്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ ഇങ്ങനെ ഈ ഒരു റൗണ്ട് മുഴുവൻ ഇങ്ങനെ ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡോളിയുടെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കളേഴ്സിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 2-3 കളേഴ്സിൽ ഇത് ചെയ്യാം. ഈ റൗണ്ട് ഷേപ്പ് നമുക്കൊരു കളറിൽ ചെയ്യാം, പിന്നെ ആ ബോർഡർ വേറെ ചെയ്യാം. പിന്നെ ഒറ്റ കളറിലല്ലാതെ തന്നെ ഒരുപാട് കളേഴ്സിൽ ചെയ്യാം. നമുക്കിപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറാണ് ഫുൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് നോക്കാം. മെഷർമെൻ്റ് എന്ന് പറഞ്ഞത് ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് 22 ഇഞ്ച് 21.5 22 ഇഞ്ചാണ് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് കിട്ടുന്നത്. ഈ ഒരു വലുപ്പത്തിലുള്ള ടേബിളിന് ഇത് കണക്കാണ്. അപ്പോൾ മെഷർമെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മെഷർമെൻറ്റ് വേണ്ടത് ആ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം സർക്കിൾ ആയതുകൊണ്ട് ഒരു ഭാഗത്തെ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് 22 ഇഞ്ചാണ് ഈ ഒരു ഡോളിക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഡോളിയുടെ മെഷർമെൻറ്റ് വേണ്ടത് ആ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ ചുറ്റിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡോളിയുടെ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ കളേഴ്സിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ 2-3 കളേഴ്സിൽ ഇത് ചെയ്യാം. ഈ റൗണ്ട് ഷേപ്പ് നമുക്കൊരു കളറിൽ ചെയ്യാം, പിന്നെ ആ ബോർഡർ വേറെ ചെയ്യാം. പിന്നെ ഒറ്റ കളറിലല്ലാതെ തന്നെ ഒരുപാട് കളേഴ്സിൽ ചെയ്യാം. നമുക്കിപ്പോൾ കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു വൈറ്റ് കളറാണ് ഫുൾ ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. Thank you for watching and thank you for subscribing.